ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പോർട്ടിങ്ങിന് പോകുന്ന CF കൂന്ത എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മരക്കൂന്ത പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കണവ, മരക്കണവ പല പേരിലാണ്, പല നാടുകളിൽ പല രൂപത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ CF എന്നൊക്കെ പറയുന്ന മീനാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ്ങിന് പോകുന്ന മീനാണ്. അതുപോലെ തന്നെ സാധാ കൂന്തനെ പോലെയല്ല, എപ്പോഴും തോലും അതുപോലെ തന്നെ ഇതിൻ്റെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വളരെയധികം കട്ടിയുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട മീനും അതുപോലെ തന്നെ മച്ചാന്മാരെ നമ്മൾ കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട മീനാണ്. ഏറ്റവും കൂടുതൽ വേവ് കൂടുതലുള്ള മീനാണ്. ഇത് വേവ് കമ്മിയായി നമ്മൾ കൂടുതലായിട്ട് ബോയിൽ ചെയ്യാതെ അല്ലെങ്കിൽ വേവിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ള മീനാണ്. അപ്പോൾ സാധാ കൂന്തൽ നമ്മൾ കഴിക്കുന്ന സാധാ കൂന്തലിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. ഏകദേശം വലിപ്പമുള്ള സാധാ കൂന്തലും ആ കൂന്തലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കും. സാധാ കൂന്തൽ വേവുന്നതിനേക്കാളും കൂടുതൽ ഒരു അരമണിക്കൂർ കൂടുതൽ വേവിച്ചാൽ മാത്രം വേവുന്നൊരു കൂന്തയാണത്. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിയുടെ കാര്യത്തിലും രണ്ട് മീനും വളരെയധികം ഡിഫറൻസും വ്യത്യാസവും കൂടുതലാണ്. കാണുമ്പോൾ ഭയങ്കര കൗതുകം അതുപോലെ തന്നെ അത്ഭുതവും കാണുന്നുണ്ടെങ്കിലും നമുക്ക് ആ മീൻ നമ്മുടെ ചെറിയ കൂന്തന് അത്ര പോലും, നമ്മളിപ്പോൾ കയ്യിൽ വെച്ചിട്ടുള്ള കണവ, ചെറിയ കണവൻ്റെ അത്ര പോലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ കണവ, ചെറുകണവ എന്ത് രൂപത്തിൽ നമുക്ക് ഫ്രൈ ആക്കാം, മറ്റൊന്ന് മസാല പിടിക്കാത്തൊരു വിഷയം കൂടെ ഉണ്ടാകും. എത്ര മസാല തേച്ചാലും പിടിക്കാത്തതാണ് വലിയ കണവ. നമ്മൾ കാണിച്ച കണവ, എക്സ്പോർട്ടിങ്ങിന് പോകുന്ന കണവ എത്ര മസാല തേച്ച് കഴിഞ്ഞാലും പിടിക്കില്ല. പല ഡിഷുകൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി വെക്കുന്ന നമ്മളടുത്ത് നിന്ന്. അതുപോലെ തന്നെ പല രൂപത്തിലും ഇത് പല ഡിഷുകൾ ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട മീൻ എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കണവയാണ്. വലിയ കണവ നമുക്ക് വല്ലാതെ പ്രിയമല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മച്ചാന്മാർക്ക് ആയിരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.